പൂഞ്ഞാറ് കക്കൂസ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നല്ല രസമുണ്ട് കേൾക്കാൻ. എന്താണെന്നറിയാമോ? ജവഹർലാൽ നെഹ്റുവിന്റെ വാപ്പ ആണത്രേ മുസ്ലിം. ഞാൻ പറയുന്നു, ഈ രാജ്യത്തെ നശിപ്പിച്ചതിൽ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ്. കടുത്തിക്ക് പറയാം, പിന്നെ കുഴപ്പം മുസൽമാനാണ്. അങ്ങനെ വാപ്പ മോത്തിലാൽ നെഹ്റു മുസ്ലിം എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. മോത്തിലാലിൻ്റെ വാപ്പ മുസ്ലിമാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ദൈവവിശ്വാസം ഇല്ലെന്ന് പറഞ്ഞ് കളിപ്പിൽ വെച്ച് മനുഷ്യടക്കാം. പുള്ളി പെരയ്ക്കാത്തല്ലേ പെരയ്ക്കാത്ത 5 പേര് നിൽക്കരിക്കും, മനസ്സിലായോ? പുള്ളി എന്നിട്ട് ദൈവവിശ്വാസം ഇല്ലെന്ന് നടക്കുക. പുള്ളി മോത്തിലാൽ നെഹ്റു മുസ്ലിമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ടല്ലോ. ജവഹർലാൽ നെഹ്റു 5 നേരം വീട്ടിനകത്ത് നിസ്കരിക്കുന്നു. ഇങ്ങനെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ചിലപ്പോൾ സത്യമായിരിക്കും കേട്ടോ. ഇവൻ പറയണത് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് നല്ല ഗ്രാഹ്യമുണ്ട്. ഇവൻ്റെ അപ്പൻ എന്ന് പറയുന്ന പ്ലാത്തോട്ടത്തിൽ ചാക്കോ ഇവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തുകയാണ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന്. നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു നെഹ്റു ഒരു ആശുപത്രി ഉദ്ഘാടനവുമായിട്ടാണ്. ആശുപത്രി എന്ന് പറയുമ്പോൾ ഭ്രാന്താശുപത്രി ഉദ്ഘാടനത്തിന് വന്നപ്പോഴത്തേക്ക് അവിടെ നിന്നിരുന്ന കുറേ അധികം പേര്, ഇപ്പം അസുഖം മാറി എന്ന രീതിയിൽ ഡോക്ടർ കുറേ അധികം പേരെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ജവഹർലാൽ നെഹ്റു വന്നപ്പോൾ പ്രധാനമന്ത്രിയല്ലേ, നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അപ്പം ഞാൻ ആരാണെന്നുള്ള ഇൻട്രൊഡക്ഷൻ പോലെ പ്രധാനമന്ത്രി എന്നുകൊണ്ട് അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ പ്രധാനമന്ത്രിയാണ്, എൻ്റെ പേര് ജവഹർലാൽ നെഹ്റു ആണ് എന്നൊക്കെ. അപ്പോൾ ഈ പ്രാന്തന്മാർ പറയുന്നുണ്ട്, അതായത് പ്രാന്ത് മാറി നമ്മൾ വിശ്വസിച്ച പ്രാന്തന്മാർ പറയുന്നത്. ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ നമുക്കും തോന്നിയിരുന്നു. നമ്മൾ ഈ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ആണെന്നും ഒക്കെ നമുക്കും തോന്നിയിരുന്നു. പിന്നെ ഗ്രാജുവലി നമുക്ക് മാറി വരും. അത് നല്ല ആശുപത്രിയാണ്, അവർ നല്ലപോലെ നോക്കും, നിങ്ങളിവിടെ തന്നെ ചികിത്സ എടുത്താൽ മതിയെന്ന്. ആകെ മൊത്തത്തിൽ പ്രാന്ത് മാറാത്ത കുറേ പ്രാന്തന്മാരുടെ ഇടയിലായിരുന്നു ജവഹർലാൽ നെഹ്റു നിന്നത് എന്നർത്ഥം. ഇത് ഞാൻ പറയേണ്ട കാര്യം എന്തെന്നറിയുമ്പോൾ, ആ നിന്നവന്മാരുടെ ഇടയിൽ ഒരു ചാക്ക ഉണ്ടെന്ന് എൻ്റെ ഉപ്പ പറഞ്ഞ എൻ്റെ ഒരു ഓർമ്മയുണ്ട്. ആ ചാക്ക പ്ലാന്തോട്ടത്തിൽ ചാക്ക ആണോ എന്നെനിക്കറിയത്തില്ല, പ്ലാത്തോട്ടത്തിൽ ചാക്ക ആണോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ജവഹർലാൽ നെഹ്റു മുസ്ലിം ആയതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ നാശത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ശരിയാ 3250 ദിവസമാണ് അദ്ദേഹം ജയിലിൽ കിടന്നത്. എത്ര? 3250 ദിവസം, 9 പ്രാവശ്യമായി, 9 തവണകളിൽ ഇത്രയധികം ദിവസം ജയിലിൽ കിടന്നത് ഈ PC-യെ പോലെ ആളുകളെ തെറി വിളിച്ചിട്ടോ മോശം പറഞ്ഞിട്ടോ കമ്മ്യൂണിറ്റി അവഹേളിച്ചിട്ടോ അതിന് വേണ്ടിയിട്ടുള്ള പണിഷ്മെൻറ്റിനല്ല. അദ്ദേഹം ജയിലിൽ പോയത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാനാണ്. പൊട്ടത്തനം പറയുമ്പോൾ ഒരു മയത്തിലൊക്കെ തള്ളനിടാം. PC-യെ പട്ടി എന്തുവാ ഇവനെ കന്നിമാസമായിട്ട് ഇറക്കി വിട്ടിരിക്കുന്ന നല്ല ലെവൽ, അത് തന്തയില്ല തക്കാളി ചോറിനെ. ജവഹർലാൽ നെഹ്റു എന്നും ഇവർക്കൊരു ശത്രുവാണ്. ചരിത്രം പഠിക്കുന്ന കുട്ടികളുടെ അവരുടെ ഇതിനകത്ത് നിന്ന് തന്നെ, ആ ഒരു സിലബസിൽ നിന്ന് തന്നെ ജവഹർലാൽ നെഹ്റുവിനെ എടുത്തു കളയാണ്. ഇവർക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒപ്പമാണ്. അതായത് ഇവർക്കിടയിൽ ഒരു ധ്രുവീകരണം ഉണ്ടാക്കി അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ച പലർക്കും നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം അന്നുണ്ടായിരുന്ന ഭരണാധികാരികളായി നിജപ്പെടുത്തിയിരുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്ന യുക്തിബോധമാണ്. ജവഹർലാൽ നെഹ്റു യുക്തിവാദിയാണ്, മുഹമ്മദ് അലി ജിന്ന യുക്തിവാദിയാണ്, ഇവരൊക്കെ യുക്തിബോധമുള്ളവരാണ്. ഇതൊന്നുമില്ലാത്ത ഒരാളായിരുന്നു ഗാന്ധിജി. പുള്ളി ഹെയർ റാം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നത് കണ്ടില്ലേ? അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വെടിവെച്ച് കൊല്ലേണ്ടി വന്നത്. മറ്റവരുടെ യുക്തിവാദത്തിനെ അടിച്ചമർത്താനും ഒതുക്കാനും ഇദ്ദേഹത്തിന് സാധിച്ചിരുന്ന ദേഷ്യമാണ് സംഘികൾ അദ്ദേഹത്തിന് തീർത്തു കഴിഞ്ഞത്. അന്ന് ഇവരൊക്കെ കഷ്ടപ്പെട്ട് ഇത്രയധികം നാളുകൾ ജയിലിൽ കിടന്നു കഷ്ടപ്പെട്ട് നേടുത്തുന്നതിനാണ് സ്വാതന്ത്ര്യം. ഒന്ന് ഓർത്ത് നോക്കി, ഇവർക്കൊക്കെ പെരിയാർ പോലുള്ള മനുഷ്യർ, ഇതേപോലെ ജവഹർലാൽ, ഇവർക്കൊക്കെ എന്തിൻ്റെ കേടാണ്? നല്ല ആസ്തിയുള്ള കുടുംബം, നല്ല രീതിയിൽ, അതായത് അവരുടെ കമ്മ്യൂണിറ്റി തന്നെ ഒരു ഉയർന്ന ജാതിക്കാരാണ്, അവർക്കൊക്കെ എന്തിൻ്റെ കേടാണ്? പക്ഷേ പൊതുജനങ്ങളെ സേവിക്കണമെന്നും അവർക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്യണമെന്നും ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി അവർ ചെയ്ത നല്ല കാര്യങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ അവർക്കെതിരെ സംസാരിക്കുന്ന PC-യുടെ കൂട്ടക്കാരെന്താ ചെയ്തത്? ഇവ സ്വന്തം അപ്പനെ തള്ളി പറഞ്ഞവനാ. ഇവൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് ചിരിക്കാനാ വരിക. സ്വന്തം തന്തയെ തള്ളി പറഞ്ഞവനാണ്. ഇത് നമ്മുടെ സുരേഷ് ഗോപി എണ്ണം പറഞ്ഞില്ലേ, അതുപോലെയാണ്. അതെന്താണെന്ന് അറിയത്തില്ല. ശാഖയിലേക്ക് ചെന്ന് കയറുമ്പോൾ സ്വന്തം തന്തയെ അങ്ങോട്ട് തള്ളി പറയാം. യുവമാർക്ക് ആര് പറഞ്ഞു കൊടുക്കണമെന്ന് അറിയാൻ വയ്യ. ഈ പ്ലാത്തോട്ടത്തിൽ ഈ പറയുന്ന സാധനത്തിനെ ഇവ എന്തിന് തള്ളി പറഞ്ഞെന്നറിയാമോ? അതാണ് ചെയ്യുന്നത്. പ്ലാത്തോട്ടത്തിൽ ചക്കോ, പേര് ഞാൻ ഒന്ന് കറക്റ്റാണോ നോക്കി, എനിക്ക് പേര് വിട്ടുപോകും. പ്ലാത്തോട്ടമാണോ ഇനി വേറെ എന്തെങ്കിലും തോട്ടമാണോ പട്ടിത്തീട്ടമാണോ എന്തെന്നാണോ ഏതായാലും ഇയാൾ അന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്താ തോമസ് ലീഹെ അങ്ങനെ ഏതായിരുത്തനുണ്ട്. അങ്ങേരി വന്നാണ് ഇവരെ മറ്റേത് മുക്കിയത്, ഇത് മാമോയിസം മുക്കിയത്. വെള്ളത്തിൽ എടുത്ത് മുക്കുന്നതിനാണ് മാമോയിസം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മുക്കിയത് തോമസ് ലീഹ ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ചരിത്രം ഞാൻ പറഞ്ഞില്ലേ, 5-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ഈ പറയുന്ന രീതിയിലുള്ള ബ്രാഹ്മണരുടെ ഒരു സാന്നിധ്യം ഇന്ത്യയിൽ
ഉണ്ടായിട്ടുള്ളതെന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷേ ഇവർ പറയുന്ന തോമാസ് ലീഹ 5-ാം നൂറ്റാണ്ടിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ ഒരു കൃത്യമായ വിശദീകരണം ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു, വേണമെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തോമാസ് ലീഹ വന്നിട്ടൊന്നുമല്ല ഇവന്മാരെ ഇതുണ്ടാക്കിയത്. ഈ നാട്ടിലെ ഉച്ചനീചത്വങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു വിഭാഗം ജനതയാണ് മതം മാറിയിട്ടുള്ളത്. ഇവിടെയുള്ള ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും മറ്റു ഏത് കമ്മ്യൂണിറ്റിയിലുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ അത് മെയിനായിട്ട് ഈ പറയുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവർ തന്നെയാണ്. അവരുടെ പൂർവ്വപിതാക്കന്മാർ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ട് സഹിക്കാൻ വയ്യാതെ മതം മാറിയാൽ സമാധാനമുണ്ടാവും, പഠിക്കാൻ പറ്റും എന്നുള്ള നിലയിൽ മാറിയവരാണല്ലോ. തോമാസ് ലീഹയുടെ അപ്പൻ വന്ന് ഉണ്ടാക്കിയതല്ല ആരെയും. ഇനി ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് അവർ വിചാരിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുകയില്ല, ഇവരിനിപ്പോൾ എന്ത് കുത്തിക്കഴപ്പ് കാണിച്ചാലും അവരിവിടുന്ന് പോകത്തില്ല, നമ്മൾ സേഫ് ആണെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു വായി നോക്കികളുടെ പേര് പോലും എടുത്തു പറയാൻ ഒരെണ്ണം ഒരു അക്കമ്മ ചെറിയനുണ്ട്, വേറെ ആരെങ്കിലും ഉണ്ടോ? ആരും ചെയ്തില്ല. പണമുണ്ടെങ്കിൽ അതും വാങ്ങിച്ച് നക്കി ഈശോ മിശിഹായ്ക്ക് സൂത്രവും പറഞ്ഞ് അവിടെ കയറി ഇരുന്ന ടീമിലെ ഒരുത്തനാണ് ഇവനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ വിഭാഗത്തിനെ തങ്ങളുടെ വലയിൽ ചേർക്കാമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് സംഘികൾ ഇവനെ കൊണ്ടു നടക്കുന്നത്. അതെന്തുകൊണ്ടെന്നറിയുമ്പോൾ പ്രാങ്കോയിൽ പീഡകനിക്ക് ചാപ്പാടൊക്കെ കൊടുത്ത് ബിഷപ്പുമാരെ എല്ലാം തൂക്കി കൈ വെച്ചിരിക്കുന്നതാണ് ഇവന്മാരെ തെറ്റിദ്ധാരണം. ഒന്നുമല്ല. അത് ഈ ചില ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്, ഞാൻ എല്ലാവരെയും അറിയുന്നവരാണ്, ഇവരെല്ലാം എൻ്റെ ആൾക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ അടുത്ത് പോയി ഒരു വീഡിയോ എടുക്കുന്ന ഒരു പരിപാടിയുണ്ട് പൊതുവിൽ. ആ ഒരു സംഗതിയാണ് ഇവനും ഇവിടെ പ്രാക്ടിക്കലാക്കി വെച്ചത്. എവിടെ ആരും കയറ്റാതിരുന്ന ഒരു പ്രാങ്കോയെ ഇവൻ വീട്ടിൽ കയറ്റി പോലെ ചപ്പാത്തി കൊടുത്ത്, അത്ര തന്നെ. അവനെങ്ങനെയും കന്യാസ്ത്രീമാരെ വേശികളെന്ന് വിളിക്കണമായിരുന്നു, അതവൻ സാധിച്ച്. ആ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു മനുഷ്യർക്ക് പട്ടി വിലയാണ് അവൻ ഇതല്ല ആണാന്ന് പറയുന്നത്. ഇനി ഇവൻ പറയുന്ന കണക്ക് തന്നെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഇസ്ലാമാണെന്ന് നോക്കിയിട്ട്, ആണെങ്കിൽ എന്താ, ഇനിയിപ്പോൾ എന്താന്ന് ഇസ്ലാം എന്താ കുഴപ്പമുണ്ടോ? നിസ്കരിച്ച എന്താ കുഴപ്പം? നല്ല കാര്യമില്ലേ? അദ്ദേഹം നിസ്കരിച്ചെങ്കിൽ നല്ല കാര്യം. പക്ഷേ അദ്ദേഹം മരിച്ച സമയത്ത്, അതായത് ഇവിടെ ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ സംഘികൾ വിചാരിച്ചാൽ എടുത്തു കളയാനോ മാച്ചു കളയാനോ പറ്റത്തില്ല. മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരം കത്തിക്കുകയാണ് ചെയ്തത്. അത് ഇസ്ലാമിലുള്ള കാര്യമല്ല. അതിനുശേഷം ഇവിടുത്തെ കൃഷിയിടങ്ങളിൽ എൻ്റെ ചിതാഭസ്മം അലിഞ്ഞു ചേരണം, ഞാൻ ഇന്ത്യയുടെ മണ്ണിൽ അലിഞ്ഞു ചേരണം, ഒരു ഭാഗം കൊണ്ടുപോയി ഗംഗയിൽ ഒഴുക്കണം എന്ന് പറയണ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഹിന്ദുത്വമാണെന്ന് ഏത് പൊട്ടാനിക്കും മനസ്സിലാവും. യുക്തിവാദമൊക്കെ പറഞ്ഞെങ്കിലും പുള്ളി മരിക്കുമ്പോൾ മരണത്തിന് അയാളുടെ ബോഡി എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കാണ് ആ സുന ഉണ്ടായിരുന്നെന്നുള്ളത് കൃത്യമാണ്. അതേപോലെ തന്നെ നാരായണ ഗുരുവിൻ്റെ ഈ ഭോജനശാലയിൽ വരുന്ന സമയത്തും 2 പാട്ടായിട്ട് വയ്ക്കാൻ നാരായണ ഗുരു പറഞ്ഞു കൊടുക്കുന്നിടം വരെ അങ്ങേർക്ക് ആ ജാതിയെ വേർതിരിവിനെ പറ്റി വലിയ ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടണം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണം എന്നുള്ളതിൽ നിൽക്കുമ്പോൾ കൂടിനുണ്ടായിരുന്ന ആൾക്കാർ എല്ലാവരും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിൻ്റെ പേരിലാണ് ആ ബോധം പോലും അദ്ദേഹത്തിന് വന്നിട്ടുണ്ടായിരുന്നത്. ഉച്ചനീചത്വങ്ങളുടെ അങ്ങേയറ്റം വൾഗറിസം നിറഞ്ഞ ഒരു രാജ്യത്ത് മറ്റുള്ളവർ വന്ന് കൈയടക്കുകയും അവരവിടെ അധീനിവേശം നടത്തുകയും ചെയ്യേണ്ടി വന്നത് ഇവന്മാരുടെ ഉള്ളിലുള്ള ഈ വൃത്തികെട്ട ജാതിബോധമാണ്. നിങ്ങൾക്ക് പിന്നോട്ട് സഞ്ചരിക്കാം, ഒരു കുഴപ്പമില്ല, നിങ്ങൾ പിന്നോട്ട് തന്നെ സഞ്ചരിച്ചോളൂ. ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് പിന്നോട്ട് സഞ്ചരിക്കരുതേ എന്ന് പറയുന്നത് ഞൊക്കളാജി ഇല്ലായിട്ടല്ല, എനിക്ക് ഞൊക്കളാജിയൊക്കെ തന്നെ. പക്ഷേ ആ ഞൊക്കളാജിയ മറ്റൊരാൾക്ക് അധിനിവേശം നടത്താനുള്ള ഇടമുണ്ടാക്കി കൊടുക്കും. 800ഓളം ടൈറ്റിൽ അതായത് ലിറ്റിൽ നാട്ടുരാജ്യങ്ങളായി നിറഞ്ഞു നിന്ന ഒരു ഭൂപ്രദേശം മാത്രമായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യക്ക് മുൻപ്. അത് ബ്രിട്ടീഷ് ഇന്ത്യ ആക്കിയത് ബ്രിട്ടീഷുകാരാണ്. ആ ഇന്ത്യ എന്ന പേരിന് ഭാരതം എന്നാക്കിയത് കൊണ്ട് ഒരു വ്യത്യാസവും നടക്കാൻ പോകുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ മാറ്റിയത് കൊണ്ട് ഒരു ഉണ്ടയും സംഭവിക്കാൻ പോകുന്നില്ല. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് മാറി പാകിസ്ഥാൻ എന്നാക്കി ഉടനെ പാകിസ്ഥാനിലേക്ക് എന്തെങ്കിലും പറ്റിയോ? പാകിസ്ഥാനിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് ബംഗ്ലാദേശ് ആക്കിയപ്പോൾ അവർക്ക് എന്തെങ്കിലും പറ്റിയോ? ഒന്നുമില്ല, അതൊരു പേരാണ്. അതുകൊണ്ട് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും നോവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അട്ടർ മന്ദബുദ്ധിത്തരം എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഈ വിഷജന്തു ഇപ്പോൾ പുറത്ത് ചാടി എന്തിനെന്നറിയാമോ? ഇപ്പോൾ കുറച്ച് മുമ്പ് മരിയോ പറഞ്ഞിട്ടുണ്ട്, ഇനി ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ തന്നെ ഇവന്മാർക്കെതിരായിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങും. അത് എടുത്ത് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട് കണ്ടോ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന മുസ്ലിങ്ങളെ കണ്ടു. സ്വാഭാവികമായിട്ട് ഇതുപോലത്തെ വർത്തമാനമൊക്കെ പറയുമ്പോൾ നല്ല 2 കൊടുക്കാൻ ആർക്കും തോന്നും. എന്തിനാണ് ഈ വർത്തമാനം പറയണേന്നുള്ള ചോദ്യം ചോദിക്കാം. എനിക്ക് പറയാനുള്ളത്, മുസ്ലിം സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിത് മൈൻഡ് പോലും ചെയ്യല്ലേ. അദ്ദേഹം മുസ്ലിം ആയിരുന്നെങ്കിൽ വലിയ കാര്യം. അദ്ദേഹത്തിൻ്റെ കുടുംബം എടുത്തു നോക്കുക, അവിടെ ആർക്ക് എന്ത് ജാതി എന്ത് മതം. ഇപ്പോൾ ഉള്ളവർ കൊണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. സോണിയാഗാന്ധി ക്രിസ്ത്യൻ, അവരെ കല്യാണം കഴിച്ചിരിക്കുന്നത്. പിന്നെ രാജീവ് ഗാന്ധിയുടെ അപ്പൻ ഫിറോസ്, അദ്ദേഹം പാഴ്സിയെ കല്യാണം കഴിച്ചിട്ട് ഹിന്ദു നിയമപ്രകാരം കല്യാണം കഴിച്ചിരിക്കുന്നു. മകളെ പാഴ്സിയെ കൊണ്ട് കെട്ടിക്കണമെങ്കിൽ തന്തയ്ക്ക് അത്രത്തോളം ഫോർവേഡ് മെൻറ്റാലിറ്റി ഉള്ളത് കൊണ്ടല്ലേ. മകൾ പഠിച്ച
സ്ഥലം ഏതാണെന്ന് അറിയാമോ? അവിടെ ഈ മേൽക്കൂര പോലും ഇല്ല. അങ്ങനെയുള്ള എന്തും പഠിക്കാം, എങ്ങനെയും പഠിക്കാം, അങ്ങനത്തെ സിലബസ് ഉള്ളൊരിടത്ത് കൊണ്ടുപോയി പഠിപ്പിച്ചുകൊണ്ട് പരന്ന വായനയിൽ കൂടെ മകൾക്ക് അത്രത്തോളം ബോധവും ബുദ്ധിയും ഉണ്ടായി. അടുത്ത പ്രൈം മിനിസ്റ്ററായിട്ട് അവർ വരികയും ചെയ്തു. രാജ്യം കണ്ട ഏറ്റവും നല്ല പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഇന്ദിരാഗാന്ധി, അതേപോലെ തന്നെ നെഹ്റു. അതുകൊണ്ട് സ്വസ്ഥം സുഖമായിട്ട് ആ കാലഘട്ടത്തിൽ മനുഷ്യൻ ജീവിച്ചു എന്നുള്ളത് വസ്തുത. സരയൂ നദിയിലെടുത്ത് തൂര കളയട ഈ കുന്തോന്ന് പറഞ്ഞ് ഈ രാമേട്ടന ഇപ്പൊ പള്ളിപ്പറമ്പ് കുത്തിപ്പൊളിച്ച് അവിടെ കയറി കുത്തിയിരിക്കുന്നുണ്ട്. രാജ്യത്തെ പൗരന്മാർ ഐക്യകണ്ഠേന നിലകൊള്ളണം എന്ന് ചിന്തിച്ചുകൊണ്ട് നടത്തിയ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഒക്കെ തന്നെ കുത്തിപ്പൊളിച്ചിട്ട് ഇവന്മാരാണ് ഉണ്ടാക്കിയതെന്നും പറഞ്ഞിട്ട് ഗോഡ്സെ എവിടെ കൊണ്ടുവയ്ക്കണമെന്നും ഈ ത്രിവർണ്ണ പതാകയ്ക്ക് പകരം കാവിക്കൊടി ചാട്ടണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വൾഗർ കൂട്ടുകാരെ കൂടെ ഇവർ കൂടുന്നുണ്ടെങ്കിൽ തർക്കിക്കേണ്ട. അത് അവരുടെ ജാതിബോധമല്ല, അവരുടെ സ്വത്വബോധമാണ്. ആര് ഭരിക്കുന്നു അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് ഇവറ്റകളുടെ സ്ഥിര പരിപാടിയാണ്. ആര് ഭരിക്കുന്നു അവരെ കൂടെ നിന്നിട്ട് അങ്ങോട്ട് വായ്ത്താളം അടിക്കണം. എന്തായാലും അയാൾ പറഞ്ഞ ആ ഒരു വിഷയം ഞാൻ ഇവിടെ ചേർത്ത് വയ്ക്കുന്നു, കേട്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. ഇതൊരു സ്റ്റാർട്ടിംഗ് അപ്പ് മാത്രമാണ്. കൂടുതൽ ഞാൻ കേൾക്കാൻ എനിക്ക് സമയം കിട്ടില്ല, ഞാൻ യാത്രയിലാണ്. വീണ്ടും പുതിയ വിശേഷങ്ങളുമായി കാണാം. താങ്ക് യു.